എല്ലാവർക്കും KMTVയുടെ വെസ്റ്റേൺ വയലിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റാ കൊഹൻ ബുക്ക് 1 സ്റ്റെപ്പ് 11-ലെ 4 എക്സസൈസുകളാണ്. അപ്പോൾ അതിലെ ഒന്നാമത്തെ എക്സസൈസ് ഒരു റിതം എക്സസൈസാണ്. ഇത് ജി മേജറാണ്. ഇതിൻ്റെ സ്കെയിൽ എഫ് അതിനകത്ത് ഷാർപ്പായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ജി മേജറാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഒന്ന് നോക്കാം അതെങ്ങനെയാണ് വായിക്കുന്നത്. ആദ്യത്തേത് 1 ബീറ്റ് റെസ്റ്റാണ്, പിന്നെ ഒരു 2 ബീറ്റ് റെസ്റ്റ് ഉണ്ട്, ഫോളോവ്ഡ് ബൈ 1 ബീറ്റ് റെസ്റ്റ് കൂടെ, അങ്ങനെ 4 ബീറ്റാണ് വരുന്നത്. അപ്പം 1 2 3 4 2 തവണ വായിക്കുക, അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ഇനി അടുത്ത എക്സസൈസ് നമുക്കൊന്ന് നോക്കാം. ഇത് ഡി മേജറിലാണ് സ്കെയില്. ആദ്യത്തെ 4 ബീറ്റ് റെസ്റ്റാണ്, കാരണം 4/4 ആയതിൻ്റെ ടൈമിങ്. 1 2 3 4 1 2 3. അതിനുശേഷമാണ് ഈ എക്സസൈസ് തുടങ്ങുന്നത്. മേപ്പോട്ട് ആദ്യം തുടങ്ങുന്നത് ഡി. അപ്പം മേപ്പോട്ട് തുടങ്ങുമ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഇതാ, ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിലും പറഞ്ഞായിരുന്നു, നിങ്ങൾ ഈ രണ്ടാമത്തെ ലൈൻ നിങ്ങളെ കണ്ടു കാണും. അതായത് ടെലീസ് ഓർഡിനൽ എന്നുള്ള എക്സസൈസാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ രണ്ടാമത്തെ ലൈനിൽ 1 2 എന്നിട്ട് 2 എണ്ണം കിട്ടിക്കാണും. 2 ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ലൈൻ നമ്മൾ വായിച്ചു, രണ്ടാമത്തെ ലൈൻ വായിച്ചിട്ട് ഒന്നാമത്തെ പാർട്ടി വന്നിട്ട് നിർത്തിയിട്ട് വീണ്ടും നമ്മൾ ആദ്യത്തെ പാർട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഈ ഒന്നാമത്തെ പാർട്ട് വായിക്കരുത്, രണ്ടാമത്തെ പാർട്ട് മാത്രം വായിച്ച് എക്സസൈസ് നിർത്തണം. അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് എക്സസൈസ് 28 27 ആണ് ഞാൻ മുമ്പ് വായിച്ചത്. ഇനി 28ലേക്ക് നമുക്ക് കിടക്കാം. സ്ട്രാസ്ബർഗ് എന്നുള്ള എക്സസൈസ് ആണ്. ഇതും ഡി മേജർ തന്നെയാണ്. ഇത് സ്ലോലിയാണ് വായിക്കേണ്ടത്. അവിടുത്തെ തന്നെ എഴുതിയിട്ടുള്ളത്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതും വായിക്കണം. ഫസ്റ്റ് എന്നുള്ള പോർഷൻ വരുമ്പോൾ അവിടെ നിർത്തിയിട്ട് രണ്ടാമത് വായിച്ച് നമ്മൾ വരുമ്പോൾ ഈ ഫസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന വായിക്കേണ്ട, ഡി വായിച്ചിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാൻ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതും മേപ്പോട്ടാണ് ആദ്യം തുടങ്ങേണ്ടത്. അപ്പോൾ ഇതാ,
അപ്പോൾ 28ഉം തീർന്നു. ഇനി നമുക്ക് 29ലേക്ക് പോകാം. ഫ്രാങ്കോണിയ എന്ന് പറയുന്ന എക്സസൈസ് ആണ്. ഡി മേജർ തന്നെ സ്കെയില്. ഇത് വായിക്കേണ്ട രീതി സ്ലോലി ആൻഡ് സ്മൂത്ത്ലി എന്നിട്ടാണ്. സ്ലോലി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ലോ ആകരുത്, ഒരു മിനിമം സ്പീഡിൽ നമുക്ക് ഒന്ന് നോക്കാം അതെങ്ങനെയാ വായിക്കുന്നത്. ഒന്നാമത്തെ നോട്ട് മേലോട്ട് തന്നെയാണ് തുടങ്ങുന്നത്. എല്ലാ നോട്ടും ഹോൾ ബോയ് ആയിട്ട് തന്നെ വായിക്കണം, ഫുൾ ബോയ് ഇടണമെന്നാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനെയാണ് 3 എക്സസൈസ്. ഇത് നല്ലപോലെ വായിച്ച് പഠിക്കുക. ബുക്ക് എല്ലാവരും വാങ്ങിച്ചിട്ട് അത് വെച്ച് വേണം വായിച്ച് പഠിക്കാൻ. പിന്നെ ഇതിൻ്റെ മേളിൽ നിങ്ങൾ കണ്ടു കാണും പിസ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ടത് ഫിസിയാക്ടോ എന്നുള്ളതാണ്. അതുകൂടെ ചെയ്ത് പഠിക്കണം ഈ എക്സസൈസ്, അപ്പോഴാണ് മുഴുവനാകുന്നത്. പിന്നെ പിസ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെ ഒരു നോട്ടുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഡി എന്ന് പറയുന്ന നോട്ട് മേപ്പോട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ആ മേപ്പോട്ടുള്ള നോട്ട് വായിക്കണ്ട, അതിന് തൊട്ടടുക്കലുള്ള ഇ എന്ന് പറയുന്ന നോട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങിയാൽ മതിയാകും. അങ്ങനെ രണ്ടാമത്തെ തവണ ഇവിടെ കൊണ്ട് തീർക്കണം. അത് നിങ്ങൾ ആലോചിച്ചോണം. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ അത് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളുക. ഇതാ വീണ്ടും ഇതിൽ കൂടുതൽ നമുക്ക് സ്ലോ ആക്കി വായിച്ച് കാണിക്കാൻ ഒക്കുകയില്ല. കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ട്യൂണും അതെല്ലാം മാറും. അതുകൊണ്ടപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് പറ്റത്തില്ല. ഇങ്ങനെ നിങ്ങളും ഇങ്ങനെ തന്നെ വായിച്ച് പഠിക്കണം. അതുപോലെ തന്നെ ആദ്യം വായിക്കുന്നതിനോട് എനിക്കൊരു എന്തെന്നുണ്ട്, നിങ്ങൾക്ക് ബോ ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ബാർ വൈസ് ഇത് പഠിക്കണം. ഇപ്പോൾ ഒന്നാമത്തേതാ ഈ നോട്ട് ഇങ്ങനെ പഠിച്ചു, രണ്ടാമത്തേത് അങ്ങനെ നിങ്ങൾ പഠിച്ചു പോകാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഇത് വായിക്കാം. പിന്നെ സ്കെയിലുകൾ കണ്ടുപിടിക്കുന്ന വിധം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ക്ലാസ്സിൽ ഒരു തവണ കൂടെ പറഞ്ഞു തരും. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് കാണുന്നതിനും വരെ ഞാൻ അജയകുമാർ ജി എല്ലാവരോടും വിട ചൊല്ലുന്നു. താങ്ക് യു. വീണ്ടും നമുക്ക് കാണാം.